ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിൽ യോഗത്തിൽ ഇന്ത്യയും സ്വിറ്റ്സർലൻഡും തമ്മിൽ കടുത്ത വാക്കുതർക്കം നടന്നു. സ്വിറ്റ്സർലൻഡ് ഇന്ത്യയെ വിമർശിച്ചപ്പോൾ ശക്തമായ മറുപടിയുമായാണ് ഇന്ത്യ മുന്നോട്ടു വന്നത്. യോഗത്തിൽ സംസാരിക്കുമ്പോൾ സ്വിറ്റ്സർലൻഡ് ഇന്ത്യയിലെ അല്പസംഖ്യക സമൂഹങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും അഭിപ്രായ സ്വാതന്ത്ര്യവും മാധ്യമ സ്വാതന്ത്ര്യവും കൂടുതൽ ശക്തിപ്പെടുത്താനും ആവശ്യപ്പെട്ടു. In India, we call on the government to take effective measures to protect minorities and uphold the rights to the freedom of expression and the freedom of the media. എന്നാൽ ജനീവയിലെ ഇന്ത്യയുടെ സ്ഥിരം മിഷനിലെ പ്രതിനിധി ക്ഷിതിജ് ത്യാഗി ഈ പരാമർശങ്ങളെ ഉപരിപ്ലവവും തെറ്റായുമെന്ന് വിശേഷിപ്പിച്ചു. സ്വിറ്റ്സർലാൻഡ് ആദ്യം സ്വന്തം രാജ്യത്തിനുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സ്വിറ്റ്സർലാൻഡിൽ ഇപ്പോഴും വർഗീയത, വിദ്വേഷം, വ്യവസ്ഥാപിത വിവേചനം പോലുള്ള ഗുരുതര പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുവെന്ന് ത്യാഗി ചൂണ്ടിക്കാട്ടി. ആഗ്രഹമുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യ സഹായിക്കുമെന്നും അദ്ദേഹം പരാമർശിച്ചു. We would also like to respond to the surprising, shallow and ill-informed remarks made by Switzerland, a close friend and partner. As it holds the UNHRC presidency, it is all the more important for Switzerland to avoid wasting the Council's time with narratives that are blatantly false and do not do justice to the reality of India. Instead, it should focus on its own challenges such as racism, systematic discrimination and xenophobia. As the world's largest, most diverse and vibrant democracy, with a civilizational embrace of pluralism, India remains ready to help Switzerland address these concerns. ഇന്ത്യയുടെ ഈ കർശനമായ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രശംസിക്കപ്പെടുകയാണ്. പലരും ഇതിനെ ലോകവേദിയിൽ ഇന്ത്യയുടെ ശക്തമായ നിലപാട് എന്ന് വിശേഷിപ്പിക്കുന്നു. സന്ദേശം വ്യക്തമാണ്. അന്തർദേശീയ വേദികളിൽ ഇനി ഇന്ത്യ മൗനം പാലിക്കില്ല. ശ്രീവിഷനിലേക്ക് സ്വാഗതം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക.